ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ പ്രവീൺ മല്ലച്ചിറ. ഞാൻ ഉള്ളത് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ ചാത്തകുളം സ്ഥലത്താണ് കേട്ടോ. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഓട്ടോറിക്ഷ ചേട്ടനാണ്. ആള് ഓട്ടോറിക്ഷ ഓടിക്കൽ മാത്രല്ല കേട്ടാ, ആളൊരു മിമിക്രി കലാകാരൻ കൂടിയിട്ടുള്ള ആളാണ്. നമുക്ക് നാളെ പരിചയപ്പെട്ടാലോ? അപ്പൊ നമ്മുടെ ഓട്ടോറിക്ഷ ചേട്ടൻ എത്തിയിട്ടാ, നമുക്ക് ആളെ പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ. നമസ്കാരമുണ്ട്. അപ്പൊ ദിലീപൻ ചേട്ടാ, അപ്പൊ നമ്മള് ചേട്ടൻ ഇപ്പൊ ഉപജീവനമാർഗമായിട്ട് ഓട്ടോറിക്ഷയാണോ അതായത് മിമിക്രി സംബന്ധമായിട്ടുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളാണോ മെയിനായിട്ട് പരിപാടിക്കുന്നത് ഓട്ടോറിക്ഷ ഉണ്ടോ? അതല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മള് സമയങ്ങളിലൊക്കെ ഇങ്ങനെ പ്രോഗ്രാം ട്രൂപ്പുകളിലൊക്കെ അപ്പൊ നമ്മളിങ്ങനെ സൈഡായിട്ട് മിമിക്രി സ്റ്റേജ് പ്രോഗ്രാമുകൾ പോകുന്നു. അപ്പൊ ഏത് ട്രൂപ്പിൽ ഞങ്ങളിപ്പോ ഇങ്ങനെ എന്താ പറയാ, ഒരു മാട്ട സെറ്റപ്പാണ്. മാട്ട സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഇങ്ങനെ നമ്മളെ ഇഷ്ടമുള്ളവർ ഇങ്ങനെ വിളിക്കും. നമ്മളെ ഇന്ന ദിവസം ഒരു പ്രോഗ്രാം ഉണ്ട്, മറ്റേ തിരുവനന്തപുരത്തുണ്ട്, അല്ലെങ്കിൽ കൊച്ചിയിലുണ്ട്, അല്ലെങ്കിൽ തൃശ്ശൂരുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോ അവരുടെ കൂടെ നമ്മളിങ്ങനെ പോകും. അപ്പൊ നമുക്ക് മാന്യമായ ഒരു പേയ്മെന്റ് അവര് നമുക്ക് തരും. അതെ. അപ്പൊ ചേട്ടൻ മിമിക്രിയിലേക്ക് വന്നിട്ട് എത്ര കൊല്ലായിട്ടുണ്ടാവും? മിമിക്രിയിലേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാ ചെറുപ്പം തൊട്ട് തന്നെ ഉണ്ട്. അത് വരാണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, കഥ പറയുമ്പോൾ സിനിമ കണ്ടിട്ടില്ലേ? സിനിമ കണ്ടിട്ട്. അപ്പൊ മമ്മൂട്ടി ശ്രീനിവാസനോട് പറയില്ലേ, ഞാനിങ്ങനെ ഒരാള് കാരണം ഉണ്ടായിരുന്നു ഇതിലേക്ക് വരാന്. അങ്ങനെ ഒരു ബാലൻ, ശ്രീനിവാസന്റെ പേര് ബാലൻ എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ബാലൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെ. എന്റെ കളിക്കൂട്ടുകാരൻ ഷിബു പണിക്കശ്ശേരി, എറവക്കാടാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് ഈ ഷിബു എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നെ മിമിക്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ വന്ന് ഞങ്ങൾ അവിടെ അമ്പലത്തിലും അവിടെയൊക്കെ നമ്മൾ അന്നൊന്നും പൈസയൊന്നും നമുക്ക് കിട്ടില്ല. പൈസക്ക് വേണ്ടിയിട്ടല്ല, അന്ന് മൈക്കിന് വേണ്ടിയിട്ടാണ് കളിച്ചേർന്നത്. മൈക്കിലൊന്ന് പറയാ, ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അത്തരം അനുഭവങ്ങൾ ഉണ്ടാവില്ല. ഇന്നിപ്പോ മൈക്ക് ഇഷ്ടം പോലെ മൈക്കുകളുണ്ട്. അന്ന് പറഞ്ഞ മൈക്ക് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഒരു 5 മിനിറ്റ് നമുക്ക് മൈക്കിൽ കൂടെ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു സംതൃപ്തിയാ. ഇന്നിപ്പോ ഒരു 5000 രൂപ പേയ്മെന്റ് കിട്ടണ പോലെയാണ് അന്ന് മൈക്കിൽ മിമിക്രി ചെയ്യാന്ന് പറഞ്ഞാൽ. അങ്ങനെ ചെയ്ത് വന്ന് ടി വി ഷോകളിലേക്ക് എൻട്രി കിട്ടി. അങ്ങനെ ടി വി ഷോകളിൽ മിന്നുതാരം എന്ന് പറഞ്ഞ പരിപാടിയാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. മിന്നുതാരം ഏത് ചാനലിലാണ്? ഏഷ്യനെറ്റിൽ. അതിൽ ഞങ്ങള് വിന്നറായി. അതായത് 3 ടീമിനെ വെച്ചിട്ട് മത്സരമാണ് അത്. ചേട്ടാ, ഏഷ്യനെറ്റ് കൂടാതെ പിന്നെ വേറെ ഏതൊക്കെ ചാനലിലാണ് ചേട്ടൻ വർക്ക് ചെയ്തിട്ടുള്ളത്? പിന്നെ ഞാൻ കുറെ കാലം മിമിക്രി എന്ന് പറഞ്ഞ സംഭവം നിർത്തിവെച്ചു. അതെന്ത് നിർത്തിവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ കല്യാണം കഴിഞ്ഞപ്പോ എന്താന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സന്തോഷം പോലെ ഉണ്ടാവുന്ന സംഭവമാണ് കല്യാണം എന്ന് പറഞ്ഞ സംഭവം. അതുപോലെ തന്നെ എനിക്കും സന്തോഷം തന്നെയാണ്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ വലിയൊരു അപകടം ഉണ്ട്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രാരാബ്ദം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് നമ്മുടെ തലയിൽ വന്നിരിക്കും. അങ്ങനെ വന്നപ്പോ എന്തുണ്ടായെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ മിമിക്രി എന്ന് പറഞ്ഞ സംഭവം അവിടെ ഉപേക്ഷിച്ചു. പ്രാരാബ്ദങ്ങൾ കാരണം. അതായത് കുറി, പതിപ്പ്, ലോണുകൾ, അങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മുടെ ജീവിതത്തില് ഇല്ലായ്മയെന്ന് വരുന്ന ആളുകൾക്ക് എന്തായാലും സംഭവിക്കല്ലോ. അങ്ങനെ വന്നപ്പോ ഇത് അവിടെ വെച്ചിട്ട് ഞാൻ മിമിക്രി എന്ന് പറഞ്ഞ കല ഞാൻ അവിടെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. ഇതുകൊണ്ട് ഞാൻ രക്ഷപ്പെടില്ല, ഒരു സിനിമാ നടനാവാൻ പറ്റില്ല, ഒന്നും ആവാൻ പറ്റില്ല എന്ന് ഞാൻ തന്നെ സ്വയം തീരുമാനിച്ച് അവിടെ ഉപേക്ഷിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫ്ലവേഴ്സില് കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാം സ്റ്റാർട്ട് ആവുന്നത്. കോമഡി ഉത്സവം മറ്റേ മിഥുൻ ആങ്കർ ചെയ്യുന്ന കോമഡി ഉത്സവം ഫ്ലവേഴ്സിൽ. അങ്ങനെ ആ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ടിവിയിൽ കണ്ടിട്ട് എന്നോട് ഇഷ്ടമുള്ള, അതായത് ഞാനൊരു വേറൊരു തൊഴിൽ മേഖലയിലേക്ക് ഇങ്ങനെ കടന്നിട്ടുണ്ടായിരുന്നു. മീൻ കച്ചവടമായിട്ട് പോയിണ്ടായിരുന്നു. ഇന്നൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാ വരിക. അതായത് ചാള, അയില, ചെമ്മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത് മൈക്കിൽ കൂടി വരിക. ഇപ്പൊ അങ്ങനെയാണ് പോണത്. ഞാൻ കച്ചവടം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ചാളായില മാന്തളമുള്ളനരയ്ക്ക ഇങ്ങനെ പറയണം. അത് ഒരു വട്ടം പറഞ്ഞാ പോരാ, 100 വിറ്റ് കഴിയുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ അത് കാരണം തൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രെയിൻ വന്നിട്ട് ചൂടുള്ളൊക്കെ കുടിച്ചിട്ട് വേണം വീണ്ടും പിറ്റുസിക്ക് നമുക്ക് ഇത് വീണ്ടും വിളിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിനിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് മീൻ എടുക്കണ ഒരു സുരേഷ് കേസി എന്ന് പറഞ്ഞ ചേട്ടൻ, നമ്മുടെ ഒരു സഹോദരന് തുല്യാണ്. അപ്പൊ ആള് പറഞ്ഞു, നിന്നെ ആ ഒരു പ്രോഗ്രാമിൽ വന്നൊന്ന് കാണണം ഒരു ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇടാൻ ഒരു ഫാന്റ് പോലും ഇല്ല, ഒരു ഷൂ ഇല്ല, അതൊക്കെ വേണം അതിൽ പോണെങ്കിൽ, അത്രയും ക്ലാരിറ്റി ഉള്ള ആളുകളാണ് അതിൽ വന്നുകൊണ്ടിരിക്കണെന്ന് പറഞ്ഞു. അപ്പൊ സുരേഷ് ചേട്ടൻ പറഞ്ഞു, അതിനെന്ത് ചെലവ് വന്നാലും ഞാൻ തരാം, നിനക്ക് അതിലേക്ക് എന്ത് ചെലവ് വന്നാലും ഡ്രസ്സ് ഇടാനോ എന്ത് വേണമെങ്കിലും നിനക്ക് ഞാൻ വാങ്ങി തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ കാലത്തേക്ക് ഞാൻ പെട്ടെന്ന് പോയി. കാരണം എന്താണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും സ്നേഹം ഇപ്പോഴും എനിക്ക് തരുന്നുണ്ടല്ലോ എന്നുള്ളൊരു വലിയൊരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ടായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിൽ സംസാരിച്ചു. വീട്ടുകാർ സംസാരിച്ചപ്പോൾ അന്നൊന്ന് പോയി നോക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ പോയി.
അങ്ങനെ പോയി എൻ്റെ പഴയ കാലം മിമിക്രി ഒരു കൂട്ടുകാരൻ കലാഭവൻ സതീഷിനോടൊപ്പം ഞാൻ പോയി. ഇപ്പൊ സതീഷ് എന്നോട് അവന്റെ കാറിലിരുന്ന് പറഞ്ഞ എന്താണെന്നുണ്ടെങ്കിൽ, അവിടെ റെക്കമെൻഡേഷൻ ഇല്ലേ ദിലീപ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നീ അവിടെ വന്ന് ചെയ്യുമ്പോ നിന്റെ പെർഫോമ പോലെ ഇരിക്കും കാര്യങ്ങൾ, നിന്നെ എനിക്ക് അവിടെ കൊണ്ട് അവിടെ എത്തിക്കാൻ പറ്റും, അവിടേക്ക് ഒരു എൻട്രി നിനക്ക് തരാൻ പറ്റും, പക്ഷെ പെർഫോമൻസിൽ പാളി പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ റെക്കമെൻഡ് ചെയ്ത് കയറ്റാനൊന്നും നിന്നെ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് പെർഫോം ചെയ്തു. അതിൽ സെലക്ട് ആയി. കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിൽ ഞാൻ വന്നു. ഒരുപാട് ആളുകളെ അറിയാൻ തുടങ്ങി. ഒരുപാട് പേര് വിളിച്ച് എൻ്റെ ഫോൺ വരെ ഒന്ന് ഓഫായി. കാരണം കുറെ കാലങ്ങൾക്ക് ശേഷം ദിലീപ് ഒരു മഹത്തായ ഒരു ഫ്ലവേഴ്സിന്റെ ടിവിയിൽ ഇങ്ങനെ വന്ന് കണ്ടപ്പോൾ വലിയൊരു സന്തോഷം. അതന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് കോമഡി ഉത്സവം ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അത് രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 10 മണി വരെ കോമഡി ഉത്സവം നിർത്താതെ ചെയ്തു. അത് നമ്മുടെ അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ എനിക്കൊരു ഭാഗമാവാൻ കഴിഞ്ഞു. അതിന്റെ സർട്ടിഫിക്കറ്റും മെഡലും ഒന്നും എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. അതെന്താ കാരണം എന്നുണ്ടെങ്കിൽ അന്ന് കൊറോണ സമയമായിരുന്നു. അപ്പോ 3000 സംതിങ് പൈസയൊക്കെ വേണം അത് കെട്ടി മേടിക്കാനായിട്ട്. അങ്ങനെ ഒരു പ്രാരാബ്ധ ഇതിലിരിക്കുമ്പോ എനിക്കത് വാങ്ങാനായിട്ട് സാധിച്ചില്ല. പൈസ ഇല്ലാത്തത് കൊണ്ട് ആ റെക്കോർഡ് മേടിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇനി പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇനി ചിലപ്പോ നമുക്ക് വേണ്ടിയിട്ട് അത് വരണ കാരണം ഇത്രയും കൂടി പൈസ കൂടുതൽ ചിലപ്പോ ചെലവഴിക്കേണ്ടി വരും. അതിന്റെ എവിഡൻസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആ പ്രോഗ്രാം ചെയ്തു, കാര്യങ്ങളൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ അത് ചെയ്തു. അത് കഴിഞ്ഞപ്പോ ഫ്ലവേഴ്സുകാർ എന്നെ വീണ്ടും വിളിച്ചു. ഉത്സവം സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തു. സലീം കുമാർ ഒക്കെ ജഡ്ജായിട്ട് അത് ചെയ്തു. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ അമൃത ടിവിയില് കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നാദിർഷിക്ക, പക്രുച്ചേട്ടൻ, ദേവിചന്ദനൊക്കെ ഇരിക്കണ. അപ്പൊ ആ പ്രോഗ്രാം ചെയ്തു. അത് വളരെ സക്സസ്ഫുള്ളായി. നല്ല രസത്തിൽ അത് ചെയ്തു. എല്ലാവരും പറഞ്ഞു നന്നായി, ദിലീപ് തിരിച്ചു വന്ന് മിമിക്രിയിലേക്ക് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ഈ പ്രോഗ്രാംസുകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ എന്താണെന്നുണ്ട് വീണ്ടും ഒരു മാട്ട ടീമിനെ ഉണ്ടാക്കി ഞങ്ങൾ വീണ്ടും മിമിക്രിയിലേക്ക് ഇറങ്ങി. ഇപ്പൊ സ്റ്റേജ് പ്രോഗ്രാമുകൾ സജീവമായിട്ട് ഇപ്പൊ നിൽക്കണു. അപ്പൊ ചേട്ടാ, നമ്മൾ ഇത്രയും നേരമൊക്കെ നമ്മൾ സംസാരിച്ചു, നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇപ്പൊ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും, ആളേന്നൊരു ആരെങ്കിലും അനുകരിച്ച് കാണിക്കണം എന്ന് അവരും പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പൊ എന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചേട്ടൻ 1-2 നടന്മാരെ ചേട്ടനൊന്നും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാം. കാരണം എന്താണെന്ന് ഞാൻ ഇന്ന് വരെ ലൈവ് വോയിസിൽ ഇങ്ങനെ വന്നിട്ട് ചെയ്തിട്ടില്ലേ, നടന്മാരുടെ ശബ്ദം അനുകരിച്ചിട്ടില്ലേ. ഒന്നില്ലെങ്കിൽ മൈക്കില് അല്ലെങ്കിൽ TV ഷോയില് സ്റ്റേജിലൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി എന്തായാലും ചെയ്തിരിക്കും. കാരണം എന്താ, ഒരു മിമിക്രിക്കാരൻ എന്ന് പറഞ്ഞാൽ ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ടും ഒരു മിമിക്രി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം. അതാണ് അതിന്റെ ഒരു കടമ. ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ശങ്കരാടി സാറ് വരുന്നത്. അപ്പൊ ഈ സൗണ്ട് ഒന്ന് നോക്കിയോളൂ, എങ്ങനെയുണ്ട് നോക്കിയോളൂ. ഉണ്ടെങ്കിൽ ഒന്ന് കൈ അടിച്ചോളൂ. അപ്പൊ കൈ അടിച്ചിട്ട് മോശമായാലും കൈ അടിച്ചോളൂ, കാരണം ഞാൻ നന്നായിക്കോളാം. അടിപൊളി. ഓക്കെ. അവിടെ നിക്ക്. ഭിന്നാപനങ്ങളുടെയും കേവേടുകളുടെയും ശബ്ദം മാത്രം കൂരാകൂരിട്ട് എന്റെ പ്രണയിനി നിന്റെ പ്രേമലേഖനവും കാത്ത് താക ഇതാ പറഞ്ഞ് താളമില്ലെന്ന് ചക്കര കൊടുത്ത് കൈയിട്ടാരടോ മേനോനെ നക്കാത്തത്. അതന്നെയാ ഞാനും ചെയ്തത്. അവിടെ നിക്ക്. അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട്. ഇത് നല്ലതാന്ന് പറഞ്ഞിട്ടുള്ള കൈയടി ഉണ്ട്. അതെ. ഓക്കെ. അപ്പൊ അടുത്തത് പോരട്ടെ. അടുത്തത് നമ്മുടെ ലാലു ലക്സ്. ഫാൻറ്റം എന്ന സിനിമയില് ആളൊരു ഡയലോഗ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗാണ്. ഒരുപാട് ഡയലോഗുകൾ ആള് പറഞ്ഞിട്ടുണ്ട്, എന്നാലും എനിക്കിഷ്ടപ്പെട്ട ഒരു ഡയലോഗ് ഞാൻ പറയും. അസല് ശരീരപൊടി പകന്റേത്, ചെന്നിനായകം കാന്താരിമുളകൻ നാടൻ കോഴിമുട്ട, അസല് വാറ്റുചാരായം. ഇതിനെ വെല്ലാൻ വേറെ ഒരു മരുന്ന് ഇനി കണ്ടുപിടിക്കണം. ആര് കണ്ടുപിടിക്കണം? മുനിമാര് കണ്ടുപിടിക്കണം. അടിപൊളി. താങ്ക് യു. ഒരെണ്ണം കൂടി ആവാ. പുല്ലേ, തൊട്ടാൽ തീ പറന്ന 2 ജന്മങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ അതൊരു പുതിയ അവതാരമാകും. ചെയ്യാത്ത കുറ്റത്തിന് കൊലച്ചോറ് ഇട്ടിട്ട് എൻ്റെ അമ്മയുടെ ചെതയുടെ മുന്നിൽ നിന്ന് നാടകം കളിക്കരുത്, ചിരിക്കരുത്. സ്വാമി അമൂർത്താനന്ദജി, അമൂർത്താനന്ദ പീഡ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ ആൻഡ് മെഡിറ്റേഷൻ, ഇമ്പസൂട്ട് ഓഫ് ഭാരതീയ കൾച്ചർ, സോഷ്യൽ ഹിസ്റ്റോറിക്, വേദിക്, താന്ത്രിക്, തേങ്ങ കൊല, മാങ്ങാ തൊലി. എടോ, സന്യാസിക്ക് തെമ്മാടിയാവാം, പക്ഷെ തെമ്മാടിക്കൊരിക്കലും സന്യാസിയാവാൻ കഴിയില്ല. അപ്പോൾ പ്രേക്ഷകരെ, നമ്മളെ ഇപ്പോൾ ഈ ചാനലിലേക്ക് എത്താൻ തരുന്ന കാരണം ഒരു ഷോർട്ട് ഫിലിമാണ്. ഞാൻ യൂട്യൂബിൽ യാദൃശികമായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം കാണാനിടയായി. അത് അനുജിത് എന്നാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. അപ്പോൾ അതിൽ എനിക്ക് ഈ മനുഷ്യനെ അറിയില്ല, ഇതിൽ ആരാ അഭിനയിച്ചതാണെന്നോ ഒന്നും എനിക്കറിയില്ല. പിന്നീടാണ് ഇത് ദിലീപൻ ചേട്ടനാണ് ഇതിൽ അഭിനയിച്ചതാണെന്ന് മനസ്സിലായത്. അഭിനയിക്കല്ല ഈ മനുഷ്യൻ, ജീവിച്ച് കാണിക്കണം ശരിക്കും അതിലുണ്ടായിട്ടുള്ളത്. താങ്ക് യു. അപ്പോൾ ഇത് മാത്രമല്ല, മിമിക്രി മാത്രമല്ല,
ഷോർട്ട് ഫിലിമും കാര്യങ്ങളും ഡയറക്ടിങ്ങും എല്ലാ മേഖലയിലും അങ്ങോട്ട് കൈവച്ചിട്ടുണ്ട്. അതെന്താണെന്നുണ്ടെങ്കിലേ നമ്മള് മിമിക്രി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. സിനിമയിൽ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കൊണ്ട് ചിലപ്പോൾ പറ്റില്ലായിരിക്കാം. അപ്പൊ അതിനൊരു പ്രതികാരം ചെയ്തതാണ് അത്, ഒരു ഷോർട്ട് ഫിലിം എടുക്കാന്നുള്ളത്. അതൊരു മൊബൈലും കൊണ്ട് നടന്ന് ചെലവില്ലാതെ മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്ത് ഷോർട്ട് ഫിലിമുകൾ ഇറക്കാണ്. ഒരു 10-12 ഷോർട്ട് ഫിലിമുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പ്രേക്ഷകരോടൊന്ന് പറഞ്ഞോ, അത് ഏതിലാ ഷോർട്ട് ഫിലിമുകളൊക്കെ കാണാൻ പറ്റുക ചേട്ടന്റെ അതൊക്കെ പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു. അതായത് എൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ എൻ്റെ ചാനൽ ദീപ്തം എൻ്റർടൈൻമെൻ്റ് എന്നാണ്. യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതെല്ലാവരും ഒന്ന് വന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് എഴുതുക, ഇതൊക്കെ ചെയ്യുക. ഞങ്ങളെ പോലുള്ള കലാകാരന്മാരെ ഒന്ന് ഉയർത്തുക. താങ്ക് യു. അപ്പൊ പ്രേക്ഷകരെ, ഇപ്പൊ നമ്മളിവിടെ ആളെ വീട്ടിലേക്കാണ് എത്തിയാണ് കേട്ടാ. അപ്പൊ ആള് വീട്ടിലേക്ക് എത്തിയതിന്റെ ഉദ്ദേശം തന്നെ ആൾക്ക് ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടാ. അപ്പൊ ദിലീപൻ ചേട്ടാ, അപ്പൊ ചേട്ടന് കിട്ടിയിട്ടുള്ള അവാർഡുകളൊക്കെ ഉണ്ടല്ലോ, ഷീൽഡും കാര്യങ്ങളൊക്കെ, അത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. ആദ്യം കോമഡി മാസ്റ്റേഴ്സിൽ നിന്ന് 3 സ്റ്റാർ ആർട്ടിസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയതാണ്. അതെ അല്ലെ, അവര് തന്നൊരു ഉപകാരമാണ് അത്. അതെ അല്ലെ. പിന്നെ നിലവ് പുരുഷ സംഘം തൈക്കാട്ടുശ്ശേരി, അവര് തന്നാണ് അത്. പിന്നെ ഇത് നമ്മുടെ 2014-15 ഞാൻ മാസ്റ്റേഴ്സില് ബോഡി ബിൽഡർ മാസ്റ്റേഴ്സിൽ സെക്കൻഡ് പ്രൈസ് അടിച്ചാണ്. അത് ബോഡി ബിൽഡിംഗ് ഉണ്ട്. നമ്മളൊരു സർവകല വല്ലഭനായിട്ട് വരും. പിന്നെ ഇത് മെൽറ്റ് ഫിറ്റ്നസ് ഒല്ലൂരുള്ളത്, അവര് തന്നൊരു ആദരാണ്. പിന്നെ ഇത് എംപവർ ഫിറ്റ്നസ് പൂച്ചനിപ്പാടം, അവര് തന്നൊരു ആദരാണ്. അപ്പൊ കുറെ ആദരങ്ങൾ നമുക്ക് കിട്ടിയതൊക്കെ വീട് പണിയും ഇതൊക്കെ സംബന്ധിച്ച് പുറത്തൊക്കെ വെച്ചിട്ട് മഴ നനഞ്ഞിട്ടും ഇതൊക്കെ ആയിട്ട് നശിച്ചുപോയി. കുറെ സർട്ടിഫിക്കറ്റുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഇതായിട്ട് പോണു. അപ്പൊ പ്രേക്ഷകരെ, ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ദിലീപൻ ചേട്ടനെ പോലത്തെ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ ചുറ്റിലുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനമൊക്കെ ഉണ്ട് ഇതേമാരെ കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസുകളുമായിട്ട് ഇനിയും വരും. അപ്പോൾ അതുവരെ പിന്നെ എൻ്റെ വീഡിയോസുകൾ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും പ്രോത്സാഹനം നമുക്ക് വേണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും നമസ്കാരം.